ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 1000 കോടിയിലധികം രൂപ ചെലവിട്ട് കോഴിക്കോട്ട് 12 റോഡുകളുടെ നിർമ്മാണം ആരംഭിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. മലയോര ഹൈവേയുടെ പുതിയ റീച്ചുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. കോഴിക്കോട് സഹകരണ ഭവൻ ആസ്ഥാന മന്ദിരത്തിന് ശിലയിട്ടു. അവയവദാന സമ്മതപത്രവും ധ്യാന പരിശീലനവും ആദരഗാനവും ഒരുക്കി ലോക വനിതാ ദിനം. നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. 1000 കോടിയിലധികം രൂപ ചെലവിട്ട് കോഴിക്കോട്ട് 12 റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വികസിപ്പിച്ച മാനാഞ്ചിറ മലാപ്രമ്പ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 4 വരിയായി വികസിപ്പിക്കുന്ന മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡിന്റെ മാനാഞ്ചിറ മലാപ്രമ്പ് റീച്ചിന്റെ ഉദ്ഘാടനവും 2ാം ഘട്ടമായ മലാപ്രമ്പ് വെള്ളിമാടുകുന്ന് റീച്ചിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ദേശീയപാതയുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ കാരണം മലാപ്പറമ്പ് വെള്ളിമാടുകുന്ന് 4 വരിപ്പാത പദ്ധതി ആദ്യം പ്രതിസന്ധിയിലായിരുന്നുവെന്നും എന്നാൽ കേന്ദ്രത്തിൽ നിന്നുള്ള NOCക്കായി കാത്തുനിൽക്കാതെ പദ്ധതിയെ 2 ഭാഗങ്ങളായി തിരിച്ച് നിർമ്മാണം ആരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. ഒരു ഭാഗത്ത് പ്രവൃത്തി ആരംഭിക്കുകയും മറുഭാഗത്ത് NOCക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. തടസ്സങ്ങൾ നീങ്ങിയതോടെ മുഴുവൻ ദൂരവും നവീകരിക്കാൻ സാധിക്കുന്നത് വലിയ നേട്ടമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂഡൽഹി ആയതുപോലെ കോഴിക്കോടിനെ ന്യൂ കാലിക്കറ്റ് ആക്കി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വിശദീകരിച്ചു. ഇതുപോലെ 12 റോഡുകൾ 1000-ലധികം കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കോഴിക്കോട് അതിന്റെ പ്രവർത്തനം ഇതുപോലെ വളരെ വീതിയുള്ള റോഡുകളായി അതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോകുന്നു എന്ന സന്തോഷ വിവരം കൂടി നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാലിക്കറ്റ് ഒരു ന്യൂ കാലിക്കറ്റായി മാറുകയാണ്. ന്യൂഡൽഹി ആയതുപോലെ കാലിക്കറ്റ് ഒരു ന്യൂ കാലിക്കറ്റായി മാറാൻ വേണ്ടി പോകുന്നു. 1000 കോടിയിലധികം രൂപ വരുന്ന പാരീസ് മോഡൽ കനാൽ സിറ്റി അതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് പോലെ ഈ കോഴിക്കോടിന്റെ മുക്കിൽ മൂലയുള്ള റോഡുകൾ BMNBC ആയതുപോലെ നവീകരിക്കപ്പെട്ട റോഡുകൾ ഇവിടെ വരുന്നു. ഇത് ഈ നാടിനെ ആകെ മാറ്റി മറിക്കുന്നതാണ്. അതിന് എല്ലാവരും കൂടെ നിന്നു. അങ്ങനെ എല്ലാവരും കൂടെ നിന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് തീർച്ചയായും ഇത്തരം റോഡുകൾ വികസിപ്പിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നത്. മലാപ്പറമ്പിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിന് ശേഷം മന്ത്രി ഘോഷയാത്രയായി മാനാഞ്ചിറയിലെത്തി. MLAമാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ, മേയർ O സദാശിവൻ, മുൻ മേയർ ബീന ഫിലിപ്പ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലയോര ഹൈവേയുടെ പുതിയ റീച്ചുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. 28ാം മൈൽ തലയാട് മലപ്പുറം റീച്ചുകളാണ് ഉദ്ഘാടനം ചെയ്തത്. 28ാം മൈൽ ചെമ്പ്ര റീച്ചിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പ്രധാന പദ്ധതികളിലൊന്നായ മലയോര ഹൈവേയുടെ ബാലുശ്ശേരി മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന 28ാം മൈൽ തലയാട് റീച്ചിന്റെയും ബാലുശ്ശേരി കൊടുവള്ളി തിരുവമ്പാടി മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന തലയാട് മലപ്പുറം റീച്ചിന്റെയും ഉദ്ഘാടനവും ചെമ്പ്ര മുതൽ 28ാം മൈൽ വരെയുള്ള റീച്ചിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. 28ാം മൈൽ മുതൽ തലയാട് വരെ 6.79 കിലോമീറ്റർ നീളത്തിൽ 50 കോടി രൂപ ചിലവിട്ടുള്ള പദ്ധതിയിൽ തലയാട് പാലവും നിർമ്മിച്ചിട്ടുണ്ട്. തലയാട് മലപ്പുറം കോടഞ്ചേരി റീച്ചിന് 110.52 കോടി രൂപയാണ് ലഭ്യമായത്. ഇതിൽ തലയാട് മുതൽ മലപ്പുറം വരെ 1ാം ഘട്ടമായി 9.99 കിലോമീറ്റർ നീളത്തിൽ 58.9 കോടി രൂപ ചിലവിട്ടാണ് മലയോര ഹൈവേയായി വികസിപ്പിച്ചത്. ചെമ്പ്ര മുതൽ 28ാം മൈൽ വരെയുള്ള 9.45 കിലോമീറ്ററിൽ
51.43 കോടി രൂപയുടെ പ്രവൃത്തികളാണ് ആരംഭിക്കുന്നത്. 18 മാസമാണ് പൂർത്തീകരണ കാലാവധി. തലയാട് ടൗണിൽ നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് KM സച്ചിൻ ദേവ് MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. വളരെ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനം എന്നുള്ള നിലയിൽ റോഡുകളുടെ വികസനം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാമീണ റോഡുകൾ മുതൽ നാഷണൽ ഹൈവേ വരെയുള്ള ജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങളെ മെച്ചപ്പെട്ട നിലയിൽ സൗകര്യപ്രദമാക്കി മാറ്റാൻ കഴിയാകുന്ന വികസന പദ്ധതി എന്നുള്ള നിലയിലാണ് റോഡുകളുടെ വികസന പ്രവർത്തനത്തെ പൊതുവെ നമ്മൾ കാണാറുള്ളത്. ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ കുറുമ്പൊയിൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ VM കമലാക്ഷി, P സജിന, EC സന്തോഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം KK ശോഭ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK ബാബു, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് സഹകരണ ഭവൻ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. പുതിയറ സഹകരണ ഭവൻ കെട്ടിടം ജീർണാവസ്ഥയിലായതിനെ തുടർന്ന് നിയമാനുസൃത അനുമതിയോടെ പഴയ കെട്ടിടം നിലനിന്നിരുന്ന സ്ഥലത്തു തന്നെ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നത്. സാധാരണക്കാർ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആശ്രയമായി സഹകരണ സ്ഥാപനങ്ങളെയാണ് കാണുന്നതെന്ന് മന്ത്രി VN വാസവൻ പുതിയറയിൽ സഹകരണ ഭവന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അഹമ്മദ് ദേവർകോവിൽ MLA അധ്യക്ഷനായിരുന്നു. കോഴിക്കോട്ടെ സഹകരണ സംഘങ്ങളുടെ ചരിത്രത്തിൽ ഒരു പുതിയ ഇതിഹാസം രചിക്കപ്പെടുന്ന ഒരു ദിനമായി ഈ ദിനത്തെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാടിൻ്റെ സഹകരണ സംഘങ്ങൾക്ക് വളർച്ചയുടെ പുതുപാതയൊരുക്കാൻ സഹായകമായ രീതിയിൽ ഒരു മനോഹര സൗധം ഇവിടെ ഉയർന്നു വരട്ടെ എന്ന് പ്രാഥമികമായി ഞാൻ ആശംസിക്കുകയാണ്. സഹകരണ ഭവന്റെ പഴയ കെട്ടിടം സിമന്റ് പാളികൾ അടർന്നു വീണ് അപകടാവസ്ഥയിലായതിനെ തുടർന്ന് 2012 കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന 4 ഓഫീസുകളും വാടക കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റേണ്ടി വന്നു എന്ന് നമുക്കറിയാം. കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വളർച്ചയിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരുമയാണ് ശക്തി എന്ന സത്യത്തെ ജീവിതത്തിൽ നടപ്പിലാക്കിയ ഒരു മഹത്തായ മാതൃകയാണ് സഹകരണ മേഖല എന്ന് നിസ്സംശയം പറയാൻ നമുക്ക് സാധിക്കും. വ്യക്തികളുടെ ചെറിയ സംഭാവനകൾ ഒരുമിച്ച് ചേരുമ്പോൾ അത് സമൂഹത്തിൻ്റെ വലിയ ശക്തിയായി മാറുന്നുവെന്ന് സഹകരണ പ്രസ്ഥാനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കൗൺസിലർ സാറ ജാഫർ, PWD ബിൽഡിംഗ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ N ശ്രീജയൻ, ജോയിന്റ് രജിസ്ട്രാർ NM ഷീജ, മാമ്പറ്റ ശ്രീധരൻ, GC പ്രശാന്ത് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. We will treat you well. Astor Men's Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വനിതാ ദിനത്തിൽ കോഴിക്കോട് നഗരത്തിലെ വനിതാ പോലീസുകാർക്ക് ധ്യാന പരിശീലനം സംഘടിപ്പിച്ചു. താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റിയും NIT കാലിക്കറ്റ് നോളജ് സിസ്റ്റവും സംയുക്തമായാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്.
തൊഴിലിടങ്ങളിലെ മാനസിക പിരിമുറുക്കത്തെ മറികടക്കാൻ പോലീസ് സേനയിൽ വലിയ വെല്ലുവിളി നേരിടുകയാണ്. ഇത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മറുമരുന്നാണ് ധ്യാന പരിശീലനം. വനിതാ ദിനത്തിൽ താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റിയും NIT കാലിക്കറ്റ് ഇന്ത്യൻ നോളജ് സിസ്റ്റംസും സംയുക്തമായാണ് ധ്യാന പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. പാവമണി റോഡ് പോലീസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അഡീഷണൽ പോലീസ് സൂപ്രണ്ട് S. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ സമത്വം ആവശ്യപ്പെടുന്നത് പുരുഷനോളം എത്തണമെന്നതല്ല ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സ്ത്രീ സമത്വം എന്ന് പറയുന്നത് ആവശ്യപ്പെടുന്നത് സ്ത്രീ സമത്വമല്ല, അത് പുരുഷനോളം എത്തണം എന്നുള്ളത്. അല്ലെങ്കിൽ പുരുഷ സമത്വം എന്ന് പറയുന്നത് സ്ത്രീ സമത്വം അങ്ങനെയല്ലോ. സ്ത്രീകൾക്കുള്ള സമത്വം ആളുടെ ഉണ്ടെന്നല്ലോ. ഇത് നമ്മൾ പുതുതായിട്ട് നേടിയെടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിലുള്ള സാധനത്തിനെ വീണ്ടും തേടിക്കൊണ്ടിരിക്കുകയായിരിക്കും. NIT ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് ചെയർപേഴ്സൺ പ്രൊഫസർ ആശിഷ് അവസ്ഥി മുഖ്യാതിഥിയായി. NIT കാലിക്കറ്റ് മൈൻഡ്ഫുൾനെസ് റിസർച്ച് സ്കോളർ പ്രൊഫസർ വർഗീസ് മാത്യു ക്ലാസ് എടുത്തു. ഇന്ന് എല്ലാവരും മെന്റൽ സ്ട്രെസ്സിലാണ്, മാനസികമായിട്ട് ഒത്തിരി സ്ട്രെസ്സാണ്. മനുഷ്യനെ സംബന്ധിച്ചോളം കുടുംബത്തിൽ പ്രശ്നം, ഇപ്പൊ രാഷ്ട്രത്തിൽ തന്നെ ലോകത്തിൽ തന്നെ കണ്ട് ലോകത്തില് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം, ആർക്കും സമാധാനം, നോ പീസ് ഓഫ് മൈൻഡ്. പക്ഷെ മനുഷ്യന്റെ ഗതിവിഗതികളൊക്കെ മാറി, ചിന്താഗതികളും കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. കോവിഡ് കുറെ പാഠങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചു. ഇന്ന് ശ്രീബുദ്ധൻ പറഞ്ഞ പോലെ there is no silence in this world. ശാന്തതയില്ല. നമ്മളെല്ലാവരും എങ്ങോട്ടാണ് നോക്കുന്നത്? പുറത്തേക്കാണ് നോക്കുന്നത്. ഉള്ളിലോട്ട് നോക്കുന്നുണ്ടോ ആരും ഉള്ളിലോട്ട് നോക്കുന്നത്? അതിനാണ് ഈ ജ്ഞാനം നമ്മളെ ആവിഷ്കരിച്ചിരിക്കുന്നത്. താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റി പ്രതിനിധികളായ പ്രേമൻ പറന്നാട്ടിൽ, സലീം വട്ടക്കിണർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വനിതാ ദിനത്തിൽ ഒളിമ്പിക്സ് ചാമ്പ്യൻ മനു ഭാക്കർക്ക് ആദരമായി ഗാനമൊരുക്കി. മലബാർ ക്രിസ്ത്യൻ കോളേജ് ചരിത്ര വിഭാഗം മുൻ മേധാവി ഡോക്ടർ MC വസിഷ്ഠാണ് ഗാനം തയ്യാറാക്കിയത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ താരം മനു ഭാക്കർ ആയിരുന്നു. 2 വെങ്കല മെഡലുകളാണ് മനു ഭാക്കർ ഇന്ത്യക്ക് ആ ഒളിമ്പിക്സിൽ സമ്മാനിച്ചത്. മനു ഭാക്കർക്ക് ആദരമായി ഒരു ഗാനം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ തയ്യാറാക്കപ്പെട്ട ഈ ഗാനം രചിച്ചിട്ടുള്ളത് മലബാർ ക്രിസ്ത്യൻ കോളേജ് ചരിത്ര വിഭാഗം മുൻ മേധാവി ഡോക്ടർ MC വസിഷ്ഠാണ്. This is a tribute to Manu Bhakkar, the pride of India. വസിഷ്ഠിന്റെ വരികൾക്ക് സംഗീതം ആലപിച്ച് നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥിനി സിലു ഫാത്തിമയാണ്. Like an artist, she fired the shot. With every shot, his story unfold. People cheer at her shot. Her name shining like a star. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് ആസ്റ്റർ മിംസിലെ മുഴുവൻ വനിതാ ജീവനക്കാരും അവയവദാനത്തിനുള്ള സമ്മതപത്രം നൽകി. പദ്ധതിയുടെ ഉദ്ഘാടനം സിനിമാ താരം രമേശ് പിഷാരടി നിർവഹിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് ആസ്റ്റർ മിംസിലെ മുഴുവൻ വനിതാ ജീവനക്കാരും അവയവദാനത്തിനുള്ള സമ്മതപത്രം നൽകി. ജീവനക്കാർക്കിടയിലും പൊതുജനങ്ങളിലേക്കും അവയവദാന അവബോധവും പ്രതിജ്ഞകളും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി വനിതാ ജീവനക്കാർ ആരംഭിച്ച ആസ്റ്റർ പ്രാണ ലിവിംഗ് ബിയോണ്ട് ലൈഫ് പദ്ധതിയുടെ ഭാഗമായാണ് ഈ ചരിത്ര നിമിഷം തീർത്തത്. പദ്ധതിയുടെ ഉദ്ഘാടനം സിനിമാ താരം രമേശ് പിഷാരടി നിർവഹിച്ചു. സമൂഹത്തിൽ എന്നും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതത്തിന്റെ നല്ല ഭാഗങ്ങൾ മാറ്റിവെക്കുന്നവരാണ് സ്ത്രീകൾ. വനിതാ ദിനത്തോടനുബന്ധിച്ച് തനിക്ക് അറിയാത്ത മനുഷ്യർക്ക് വേണ്ടി അവരുടെ ജീവിതത്തിൽ രണ്ടാമതൊരു അവസരം നൽകാൻ മുന്നോട്ട് വന്ന ഈ വനിതാ കൂട്ടായ്മയുടെ പ്രവർത്തനം മറ്റുള്ളവർക്ക് കൂടി പ്രചോദനം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ ചെയ്യുന്ന എല്ലാ വലിയ കാര്യങ്ങളും നല്ല കാര്യങ്ങളായിക്കൊള്ളണം എന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും വലിയ കാര്യങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്നിവിടെ നടക്കുന്നത് ഒരു വലിയ കാര്യമാണ്. ആ വലിയ കാര്യത്തിന്റെ ഭാഗമാകാൻ എന്നെ കൂടി ക്ഷണിച്ചതിന് ഓരോരുത്തരോടും ഞാൻ അഗീതമായ നന്ദി പറയുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ബേബി അലിൻ ഷെറിൻ എബ്രാഹിമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയം ഉദിച്ചതെന്നും അത് ജീവനക്കാരിലേക്ക് പങ്കുവച്ച സമയത്ത് മുഴുവൻ വനിതാ ജീവനക്കാരും സ്വമേധയാ തയ്യാറായി വന്നതും അത്യന്തം സന്തോഷമുണ്ടാക്കുന്നതാണെന്ന് ചീഫ് നഴ്സിംഗ് ഓഫീസർ ഷീലാമ്മ ജോസഫ് പറഞ്ഞു. പദ്ധതിയുടെ ആദ്യഘട്ട ക്യാമ്പയിൻ കോഴിക്കോട് ആസ്റ്റർ മിംസിലാണെങ്കിലും
വൈകാതെ ആസ്റ്റർ ഗ്രൂപ്പിന്റെ മറ്റ് യൂണിറ്റുകളിലുടനീളം നടപ്പിലാക്കുകയും ശേഷം ഒരു ബഹുജന ബോധവൽക്കരണ പരിപാടിയിലൂടെ സമൂഹത്തിലേക്ക് അവയവദാനത്തിന്റെ മികച്ച സന്ദേശങ്ങൾ എത്തിക്കാനുമാണ് ഉദ്ദേശിക്കുന്നതെന്ന് COO ലുക്മാൻ പൊന്മാടത്ത് പറഞ്ഞു. ചടങ്ങിന് ഡോക്ടർ പ്രീത രമേശ്, മിനി ശങ്കർ സി, സജിത M, ഹിമ T തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. പാരമ്പരിക് സിൽക്ക്, കോട്ടൺ ആൻഡ് ജ്വല്ലറി മേള. പരമ്പരാഗത ഉത്തരേന്ത്യൻ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും മനോഹര ശേഖരം ഇപ്പോൾ കോഴിക്കോട് CSI ഹാളിൽ. രാജസ്ഥാൻ ഹാൻഡ്മെയ്ഡ് വസ്ത്രങ്ങൾ, ജയ്പൂർ ബെഡ്ഷീറ്റുകൾ, മിർജാപൂർ കോട്ടൺ ആൻഡ് വുളൻ ഉൽപ്പന്നങ്ങൾ, ഇറാൻ കാർപ്പറ്റുകൾ, ബഗൽപൂർ ആൻഡ് ചന്തേരി സാരികൾ, UP ഖാദി ഉൽപ്പന്നങ്ങൾ, ജയ്പൂർ ഷർട്ടുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ. രാജസ്ഥാൻ ആഭരണങ്ങൾ 50 രൂപ മുതൽ ആരംഭിക്കുന്നു. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാൻ വൈവിധ്യമാർന്ന നിറങ്ങളും ഡിസൈനുകളും. രാവിലെ 10 മുതൽ രാത്രി 9 വരെ. പ്രവേശനം സൗജന്യം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രത്യേക സമ്മാനങ്ങൾ കണ്ടെത്താനുള്ള മികച്ച അവസരം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തിരുവണ്ണൂർ ശ്രീ കോലാശ്ശേരി ഭഗവതിക്കാവിലെ പ്രതിഷ്ഠാദിന തിറ താലപ്പൊലി മഹോത്സവം 3 ദിവസങ്ങളിലായി വിവിധ താന്ത്രിക ആചാരാനുഷ്ഠാന ചടങ്ങുകളോടെ നടന്നു. താന്ത്രിക കർമ്മങ്ങൾക്ക് ചിറ്റാരി പാലക്കൊള്ള് കേശവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശ്രീ കോലാശ്ശേരി ഭഗവതിക്കാവിലെ പ്രതിഷ്ഠ തിറ താലപ്പൊലി മഹോത്സവം 3 ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെ നടന്നു. ഉത്സവ പരിപാടികൾക്ക് തന്ത്രി ചിറ്റാരി പാലക്കൊള്ള് ഇല്ലത്ത് കേശവൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉത്സവത്തിന്റെ 1-ാം ദിവസം ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. നാമജപം, നട്ടത്തിറ എന്നിവയും നടന്നു. 2-ാം ദിവസം പന്ന്യങ്കര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കലശം എഴുന്നള്ളിപ്പെത്തി. തുടർന്ന് ഭക്തർക്കായി പ്രസാദ ഊട്ട് ഒരുക്കി. വൈകിട്ടോടെ വെള്ളാട്ടുകൾ നടന്നു. രാത്രി 9 മണിക്കുള്ള താലപ്പൊലിക്ക് ശേഷം ഭഗവതി, ഗുളികൻ, ഗുരു, പൊട്ടൻ, നാഗകാളി, കരിങ്കുട്ടി, കരുമകൻ എന്നീ തിറയാട്ടങ്ങളും ദാരികവധവും ദേവിക്ക് സമർപ്പിച്ചു. 3-ാം ദിവസം ചാന്താട്ടത്തോടുകൂടി ഉത്സവ പരിപാടികൾ സമാപിച്ചു. കൊടുങ്ങല്ലൂർ അമ്മായനെ ആവാഹിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് 21ാമത്തെ വർഷമാണ് ഇത് ഉത്സവം നടത്തുന്നത്. ഉത്സവം എന്ന് പറഞ്ഞാൽ 3 ദിവസം ഉത്സവമാണ്. എല്ലാവരുടെയും ഈ പ്രദേശത്തുള്ള എല്ലാ വ്യക്തികളുടെയും കൂട്ടായ്മ ഈ ഉത്സവത്തിന് നമുക്ക് ലഭിക്കാറുണ്ട്. പല വിധത്തിലുള്ള സഹായം സാമ്പത്തികമായിട്ടും. അനുഷ്ഠാന തിറയാട്ട കലാസമിതി മൂർഖനാട് പന്തീരാങ്കാവാണ് തിറയാട്ടത്തിന് നേതൃത്വം നൽകിയത്. ഉത്സവ ചടങ്ങുകൾക്ക് കോലാശ്ശേരി ഭഗവതിക്കാവ് കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാട്യമുദ്ര നൃത്തകലാവിദ്യാലയം 18ാം വാർഷികം ആഘോഷിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. നാടകവും കോൽക്കളിയും മറ്റ് കലാപരിപാടികളും അരങ്ങേറി. നാട്യമുദ്ര നൃത്തകലാ വിദ്യാലയത്തിന്റെ 18ാം വാർഷികാഘോഷ പരിപാടികൾ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. മുൻ MLA VKC മുഹമ്മദ് കോയ മുഖ്യാതിഥിയെ പങ്കെടുത്തു. തീർച്ചയായിട്ടും ഈ ഒരു പരിപാടിയുടെ ഗുണം നമ്മുടെ കുട്ടികൾ ഒരു പുതിയ സംസ്കാരം, പുതിയ സംസ്കാരമല്ല പഴയ സംസ്കാരമാണ്. അപ്പോഴത് ആ സംസ്കാരം വളർത്തിയെടുക്കാൻ
ഈ സ്ഥാപനം വളരെ പ്രയോജനപ്പെടുന്നുണ്ട്. കാരണം ഇന്ന് കുട്ടികൾ പലതരത്തിൽ വഴിതെറ്റിപ്പോകുന്ന ഒരു കാലമാണ്. ഭാരത് സേവക് അവാർഡ് ജേതാവ് MP പത്മനാഭൻ, മികച്ച അങ്കണവാടി അവാർഡ് ജേതാവ് ഷീന കെ, തൈക്കാണ്ടോ സ്വർണ്ണ മെഡൽ ജേതാവ് ലക്ഷ്മി കൃഷ്ണ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നൃത്ത ഉന്നതി പുരസ്കാര ജേതാവ് TS അനിയന്റെ കേരള നടനം, റിപ്പബ്ലിക് പരേഡിൽ കോൽക്കളി അവതരിപ്പിച്ച സംഘത്തിന്റെ കോൽക്കളി, ജയൻ കടക്കാട്ടുപാറ രചനയും സംവിധാനവും നിർവഹിച്ച നാടകം, ശാസ്ത്രീയ നൃത്തങ്ങൾ, കരോക്കെ, തിരുവാതിരക്കളി എന്നിവയും അരങ്ങേറി. നർത്തകി ദേവി നന്ദന, ഗായകൻ അനസ് കുണ്ടുങ്ങൽ, സംവിധായകൻ ഷബീർ ഷാ തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. താഴത്തും കണ്ടി ഭഗവതി ക്ഷേത്രത്തിലെ തിറ താലപ്പൊലി മഹോത്സവം സമാപിച്ചു. 2 ദിവസങ്ങളിലായാണ് തിറ വെള്ളാട്ട് ചടങ്ങുകളും പൂജകളും നടന്നത്. താഴത്തും കണ്ടി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടികൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ആരംഭിച്ചു. ആദ്യ ദിവസം നാഗപൂജ, ദീപാരാധനയോടുകൂടി ഭഗവതി സേവ, സന്ധ്യാവേല എന്നിവയും, 2ാം ദിവസം കലശം പുറപ്പെടൽ, കലശം എഴുന്നള്ളിപ്പ്, പ്രസാദ ഊട്ട്, വെള്ളാട്ടുകൾ, താലപ്പൊലി, ഗുരുതി തർപ്പണം എന്നിവയും നടന്നു. പുലർച്ചെ തിറയാട്ടങ്ങൾ ആരംഭിച്ചു. ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തികൾ നടന്നുവരുന്ന വേളയിലാണ് ഇത്തവണത്തെ ഉത്സവാഘോഷം. പ്രസിഡന്റ് ഷബിത്ത് പി, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പി, ട്രഷറർ പ്രജീഷ് പി തുടങ്ങിയവർ ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 1000 കോടിയിലധികം രൂപ ചെലവിട്ട് കോഴിക്കോട്ട് 12 റോഡുകളുടെ നിർമ്മാണം ആരംഭിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. മലയോര ഹൈവേയുടെ പുതിയ റീച്ചുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. കോഴിക്കോട് സഹകരണ ഭവൻ ആസ്ഥാന മന്ദിരത്തിന് ശിലയിട്ടു. അവയവദാന സമ്മതപത്രവും ധ്യാന പരിശീലനവും ആദരഗാനവും ഒരുക്കി ലോക വനിതാ ദിനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God, Chemanur International Jewelers.